പിണറായി 3 മൂന്നാം പിണറായി വരും മുദ്രാവാക്യമാണ്. ഞങ്ങൾ അതിനൊന്നും ഭയപ്പെടില്ല. ഞങ്ങൾക്ക് അതിനുള്ള മറുപടി പറയാനുള്ളത് 1977 CPM ഒരു മുദ്രാവാക്യം ഉണ്ടായി. 77 എന്തായിരുന്നു മുദ്രാവാക്യം? 57 EMS, 67 EMS, 77 EMS. കേരളം മുഴുവൻ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുക ചെറിയ ക്ലാസ്സിലാണ്. പക്ഷെ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് മുദ്രാവാക്യം വിളിച്ച് CPM-കാർ പോകുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 77 എന്താ സംഭവിച്ചത്? 77 കേരള ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി 140-ൽ 111 സീറ്റ് നേടി ഐക്യ ജനാധിപത്യ മുന്നണി അന്ന് അധികാരത്തിൽ വന്നു. അല്ലേ? EMS അല്ല വന്നത്. EMS അന്ന് ആലത്തൂര് പോയി മത്സരിച്ചപ്പോ കഷ്ടി വോട്ടിനാണ് ചെറുപ്പക്കാരനായിരുന്ന പിന്നീട് MP ഒക്കെ ആയ VS വിജയരാഘവനുമായി ജയിച്ചത്. ചെറിയ വോട്ട്. അന്ന് CPM നേതാക്കന്മാർ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി ഒരു വലിയ മാല ഉണ്ടാക്കി വെച്ചിരുന്നു EMS-ലിടാൻ. EMS-ലിടാൻ ചെന്നപ്പോ EMS പറഞ്ഞു, അത് എനിക്കല്ല ഇടേണ്ടത്, ഞാൻ സാങ്കേതികമായി കഷ്ടിച്ച് ജയിച്ചെന്നേ ഉള്ളൂ, അത് നിങ്ങൾ കൊണ്ടുപോയി വിജയരാഘവൻ ഇടാൻ പറഞ്ഞു. ഞങ്ങൾ പറയാനുള്ളത് പിണറായി 3 എന്ന് പറഞ്ഞു നടക്കുന്ന ഈ പിണറായി വിജയന് അന്ന് EMS-ലുണ്ടായ അനുഭവം തന്നെ ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. 2026-ൽ 77 എന്നതുപോലെ 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും. അതിനൊറ്റക്കെട്ടായി നമ്മൾ നിന്ന് പോരാളികളെ പോലെ UDF, നിങ്ങൾക്കറിയാം ഇന്ന് എക്കാലത്തെയും മികച്ച UDF ആണുള്ളത്. ഒരു അപസ്വരം പോലും UDF-ലില്ല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കഴിഞ്ഞ 4 വർഷമായി അപസ്വരം കേട്ടിട്ടുണ്ടോ? UDF-ൽ ഒരു പരാതി കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാ മാസവും UDF യോഗം കൂടുന്നതാണ്. നിയമസഭയിൽ മന്ത്രിമാർ വന്ന് നിങ്ങളോട് ചോദിക്കും, ഇതെന്താ നിങ്ങൾ ഒറ്റ പാർട്ടിയാണോ? നിയമസഭയിൽ ഞാനും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അനൂപ് ജേക്കബും എല്ലാം ഞങ്ങൾ 41 പേർ ഒരു പാർട്ടിയിലെ ആളുകളെ പോലെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇനിയുള്ള ഒരു വർഷക്കാലം UDF ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പാർട്ടിയെ പോലെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് ഇവര് ഭരിച്ച് തകർത്ത തരിപ്പണമാക്കിയ ഈ കേരളത്തെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്ന് ജനങ്ങളോട് സത്യസന്ധമായി പറഞ്ഞ് ഓരോ വകുപ്പിലും ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് കർഷക സമൂഹത്തോട്, തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളോട്, പാവപ്പെട്ട ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് അത് പ്രാവർത്തികമാക്കി UDF തിരിച്ചു വരും. ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു, പോരാളികളെ പോലെ നിന്ന് UDF-ന്റെ വിജയം സുനിശ്ചിതമാക്കാൻ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർ മുൻപന്തിയിൽ ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.